പ്രാർത്ഥനയുടെ ശാസ്ത്രീയമായ അടിത്തറ മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ സംശയത്തെയും ഭയത്തെയും പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുക. നമുക്ക് ആത്മവിശ്വാസക്കുറവ് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം കുറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പറയുന്നുണ്ടാവും, അപ്പോൾ ഞാൻ ഒരു വഴിയും കാണുന്നില്ല, എനിക്കിനി എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ, ഞാനാകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ്, കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന ഈ ഓരോ വാചകങ്ങൾക്കും അതിയായ ശക്തിയുണ്ട്. നമ്മൾ നിരന്തരമായി ഇത് പറയുമ്പോൾ ഇത്തരം മോശകരമായൊരു ജീവിത സാഹചര്യമായിരിക്കും നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ ആ ശക്തി നിങ്ങളെ രക്ഷിക്കുമെന്ന ഉള്ളിൻ്റെ ഉള്ളിലെ ഉറപ്പോടെ നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഓരോ നിമിഷവും നമുക്കത് തരാനാണ് ആ ശക്തി തയ്യാറായിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? നമ്മുടെ കടം തീർത്ത് തരണമേ. അനാരോഗ്യത്തിലൂടെ കടന്നു പോകുമ്പോഴോ രോഗം മാറ്റണമേ. ഇത്തരത്തിലുള്ള ഓരോ കടം, രോഗം, ഇതുപോലുള്ള ഓരോ വാചകങ്ങൾ നമ്മൾ പറയും തോറും അവിടെ ആർക്ക് എന്ത് എന്നൊന്നും പരിഗണിക്കാതെ ആ ഒരു വാചകങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർക്കഥയായി വരുന്നത് നമ്മൾക്കറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോ വാചകങ്ങളും വളരെ ശ്രദ്ധാപൂർവം തന്നെ ഉപയോഗിക്കുക. ഓരോ പ്രാർത്ഥനയും നമുക്ക് അനുകൂലമായ രീതിയിൽ സന്തോഷത്തോടെ ഇരുന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നോക്കൂ. ഉദാഹരണത്തിന്, കടം മാറണം എന്നതിന് പകരം എനിക്ക് സമ്പൽ സമൃദ്ധി തരണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഈ രീതിയിൽ നിങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുമ്പോൾ എല്ലാ പ്രാർത്ഥനകൾക്കും ഫലം കിട്ടുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. താങ്ക് യു.